ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വണ്ടിയിലാണ്. കുഞ്ഞു മോനൊക്കെ ഭയങ്കര ഉറക്കാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓൾറൈറ്റ്. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും മല്ലു റൂട്ട്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് സ്കോണ ഡ്രോപ്പ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു സൂവിലേക്ക് പോണത് വീഡിയോ ആണ് കാണിക്കാന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എംബസി ഇന്റർവ്യൂവിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ല പോയിന്റ് ആണ്. കാരണം എംബസി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാന്. ഒരു ഹതഭാഗ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ കേസിൽ സ്വീഡനിലേക്ക് എംബസി ഇന്റർവ്യൂ ഉണ്ടാവാറില്ല. മീൻസ് മോസ്റ്റ്ലി അവര് മറ്റേ എന്താ പറയാ വിസ പാസ്സാക്കാണ് അവർ ചെയ്യാറ്. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴാണ് അവർ ഈ കാണുമ്പോഴാണ് അവര് ചെറുതല്ല ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണുമ്പോഴാണ് അവര് എംബസി ഇന്റർവ്യൂവിനെ കുറിച്ച് അവര് നമുക്ക് ലെറ്റർ അയക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാന്. അപ്പൊ എനിക്കുണ്ടായ അനുഭവങ്ങളും അവിടെ ചോദിച്ച ചോദ്യങ്ങളും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു. നിങ്ങൾക്ക് ഇന്റർവ്യൂ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചിലപ്പോ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും നല്ലൊരു ഓപ്ഷൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന് റിലേറ്റഡ് ആണ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പൊ. ഇത്തിരി ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സമ്മർ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. അപ്പോ ഒന്ന് പുറത്തിരുന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോ ബയോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. സ്വീഡനിലേക്ക് പോവാൻ വേണ്ടി ഇരിക്കുന്ന ടൈം. ഇത്തിരി വിഷമൊക്കെ ഉണ്ട്. കാരണം എൻ്റെ മോൻ ജനിച്ചിട്ട് 6 മാസം 7 മാസം കൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ചെയ്യണത്. അപ്പൊ അവര് മോനെ വിട്ടു പോവാനുള്ള ഒരു വിഷമവും പിന്നെ അതേപോലെ കുഞ്ഞുവിനെല്ലാം നാട്ടിൽ ഇനിയിപ്പോ എന്ന് കാണാൻ പറ്റുന്ന എന്ന് അവരെ കൊണ്ടുവരാൻ പറ്റുന്നൊന്നും ഐഡിയ ഇല്ല. ജോലി കിട്ടിയിട്ടേ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എന്ന് അവരെന്നെ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു വിഷമത്തിലും പിന്നെ സ്വീഡനിലേക്ക് പോവുക എന്നുള്ള സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇടിവെട്ട് പോലെ ആ ലെറ്റർ വരുന്നത്. പ്ലീസ് കം ആൻഡ് അറ്റൻഡ് ദ ഇന്റർവ്യൂ ഇന്ന ഡേറ്റില്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഇൻഫോർമേഷൻ വെച്ച് അവരൊരു ഡിസിഷൻ എടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ വന്നു. അപ്പൊ തന്നെ പകുതി ജീവൻ പോയി. കാരണം എംബസി ഇന്റർവ്യൂ എന്ന് പറയാൻ ടഫ് ആയിരിക്കും. കാരണം അവര് പരമാവധി അവരെന്തൊരു ഫോൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് അവര്. അപ്പോൾ അതെനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ പല വീഡിയോസും കണ്ടതിൽ ഇന്റർവ്യൂ ചെയ്യണത് വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവര് ഫോൾട്ട് കണ്ടുപിടിക്കാതെ നമ്മളതിനെ ഇന്റർവ്യൂവിന് വിളിക്കില്ല. അപ്പൊ നേരെ നമ്മളെ ഏജൻസിനെ അറിയിച്ചു. ഞാൻ സാന്റാമോണിക്ക വഴിയാണ് ചെയ്തത്, തൃശ്ശൂരുള്ളത്. അപ്പൊ അവരെന്നോട് എറണാകുളത്തെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എറണാകുളത്തെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവർക്ക് കാരണം ഒരു മറ്റേ എംബസി ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി വിസ ഒരുമാതിരി ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ പിന്നെ അവര് മെല്ലെ എനിക്ക് UK ഉണ്ടായിരുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ്, അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് അവർക്ക് മുമ്പ് അറിയായിരുന്നെങ്കിൽ അവര് എന്റെ ആ പ്രോബ്ലം അറിയായിരുന്നെങ്കിൽ എന്റെ വിസ അവരെടുക്കില്ല എന്ന് അവര് തീർത്ത് പറഞ്ഞു. കാരണം അവര് ഒരുവിധം കൈ ഒഴിയാനുള്ള പരിപാടിയൊക്കെ കാണിക്കാൻ തുടങ്ങി. എന്നാലും ലാസ്റ്റായിട്ട് അവരൊരു പോയിന്റ് പറഞ്ഞു, അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എനിക്ക്. എന്തായാലും ഇന്റർവ്യൂവിനെ വിളിച്ചു, ഫേസ് ചെയ്യുക, ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവർ തന്ന പോയിന്റ്. ഓക്കെ. അടുത്ത ഇതിൽ തന്നെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വേഗം ഡൽഹിയിൽ പോയി. അറിയാലോ, ഡൽഹിയിൽ മാത്രമേ സ്വീഡന്റെ എംബസി ഉള്ളൂ. പിന്നെയുള്ളത് ഇന്ന് ബാംഗ്ലൂർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ഈ വിസ പ്രോസസ്, അതായത് വിസിറ്റിംഗ് വിസ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഡൽഹി പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ അന്ന് ബയോമെട്രിക്സ് ചെയ്യണ്ടായിരുന്ന ഒരു 3-4 ഹിന്ദിക്കാരനെ ഞാൻ അവിടെ കണ്ടുകൊണ്ടായിരുന്നു. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അന്ന് നമ്മളൊരു 5-6 പേര് ആണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ടൈം വന്നു. കിടകിട വിറക്കായിരുന്നു കിടന്നിട്ട്. കാരണം ഈ അവര് കടുപ്പുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അത് ഞാൻ കണ്ടുള്ള വീഡിയോസിലൊക്കെ അങ്ങനെയാണ് സംഭവം. അപ്പോ എന്തായാലും ഇതുവരെ വന്നു ധൈര്യമായിട്ട്. ഇനി വേറെ, കാരണം നമുക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല.
കാരണം വേറൊരു കൺട്രി നമ്മൾ ട്രൈ ചെയ്ത എല്ലാ കൺട്രികളും, അതായത് ന്യൂസിലാൻഡ് എല്ലാ സ്ഥലത്തേക്കും ട്രൈ ചെയ്ത് നമ്മുടെ ഏജിന്റെയും എഡ്യൂക്കേഷന്റെ ഗ്യാപ്പ് കൊണ്ടും പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് മാത്രം അവസാനത്തെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ വേറൊരു രക്ഷയില്ല, കാരണം മുങ്ങി താവാൻ പോകുന്ന കപ്പലാണ്. പരമാവധി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, അതാണ് നമ്മുടെ മാർഗം. അപ്പോൾ വേറെ ധൈര്യമായിട്ട് ചെന്നു. അവിടെ ഒരു ഹിന്ദിക്കാരി അമ്മിച്ചിയാണ്, ഒരു വയസ്സായിട്ടുള്ളൊരു തടിച്ച്, ഇപ്പോഴൊക്കെ ഓർമ്മയുണ്ട്, കണ്ണടയ്ക്ക് വെച്ച് ബോബ് ചെയ്തൊരു ഹിന്ദിക്കാരി അമ്മച്ചി. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു, മുഖത്ത് ചെറിയില്ല. അപ്പൊ ഉള്ള ജീവനും കൂടിയും പോയി. അറിയാലോ, സാധാരണ ചിരിക്കാത്ത ആൾക്കാരുടെ അടുത്തുനിന്ന് ആണ് വേഴ്സ് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്കത് അറിയാം. കാരണം അവര് അവർക്ക് മുമ്പിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് അവര് ഓക്കെ കണ്ടു. അപ്പൊ അതിന് ശേഷം അവർക്ക് പിന്നെ ഒരു എന്തോ നമ്മളെ, കാരണം എനിക്ക് മനസ്സിലായി അപ്പൊ അവരെന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്റെ സംഭവത്തില്. കാരണം നമ്മളാണെങ്കിൽ വേറെ ഒന്നും ഫേക്ക് കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ നമുക്ക് എക്സൈറ്റഡ് ആയി, എന്താ സംഭവം അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്, എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഒരു എന്താ പറയാ, ഒരു ഗ്ലാസ് ഡോറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അവർക്ക് അവിടെ അതിൻ്റെ ഉള്ളിലിരുന്നു, ഇവിടെ ഇരുന്നു, ഞാൻ ഇപ്പുറത്തിരുന്നു. അപ്പൊ വേറൊരു, അവരെ സ്വീഡിഷിലാണ് സംസാരിച്ചത്. അപ്പൊ വേറൊരു പെൺകുട്ടീനെ ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെയോ സ്വീഡിഷിൽ പറഞ്ഞു. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ ടെലിഫോൺ എന്നുള്ളത് ഞാൻ കേട്ടു. എന്നിട്ട് എന്റെ ഞാൻ കൊടുത്തുള്ള എന്തൊക്കെയോ പേപ്പേഴ്സ് ആ പെൺകുട്ടിക്ക് അവര് കൊടുത്തിട്ട് ടെലിഫോൺ എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ മനസ്സിലായി എന്തോ ഫോൺ ചെയ്യാനുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ എന്താണ് ഫോൺ ചെയ്യാനുള്ള സംഭവം എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ, അല്ലാതെ വേറെ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അവർ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണോ അതോ ഫേക്ക് ആണോ? അപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയി, കാരണം നമ്മളൊന്നും അതിൽ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ അറിവ് അനുസരിച്ച് അക്കോർഡിംഗ് ടു മൈ നോളജ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നോ സ്റ്റോപ്പ് യെസ് ഓർ നോ, അതിന്റെ വേറെ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ഫേക്ക് അല്ല. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ തന്നിരിക്കുന്ന ഡോക്യുമെന്റുകൾ ഒറിജിനൽ ആണോ, അത് മീൻസ് ജെന്യൂൻ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു യെസ്. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഇത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ നേരെ പോലീസിനെ അറിയിക്കും, വിസ റിജക്ഷൻ ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് തന്നു. ഇത് മനസ്സിലായോ ഇല്ലേ? ഞാൻ പറഞ്ഞു യെസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്, നിങ്ങൾ പറയുന്ന എല്ലാതും, അതായത് റിൻ പറയുന്ന എല്ലാതും ഞാനിവിടെ എഴുതും, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് 2 കോപ്പിയാണോ, ഒന്ന് ഹാർഡ് കോപ്പി, അതായത് ഒരു റിട്ടൺ കോപ്പി പോലെ, ഒന്ന് ഞാൻ പറഞ്ഞ വോയിസ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞു എനിക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ചോദ്യങ്ങളുടെ, അത് ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് അല്ല, എനിക്ക് സ്വീഡനിൽ നിന്ന് അയച്ചു തന്ന ലിസ്റ്റാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പറയുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് പറയാം, കാരണം എനിക്ക് എഴുതാനും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു പേരെന്താണ്? അപ്പോൾ ഞാൻ ചോദിച്ചു റിൻ ജേക്കബ്, എവിടെയാണ് വീട്, എന്താണ്, എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, എന്ത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്, അന്ന് ഇങ്ങനത്തെ നോർമൽ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തും അവർ ഭയങ്കര ഗൗരവത്തിലാണ് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി, കാരണം ഇവര് എന്തിനാണ് എന്നോട് ഫസ്റ്റ് ഫേക്ക് ഡോക്യുമെന്റ്സ് എന്ന് ചോദിക്കുന്നത് എന്നുള്ള ഒരു അത് എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത്, എന്താണ് തെറ്റിക്കണം. നമ്മുടെ അറിവിൽ ഞാൻ ഒന്നും ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ചിട്ടില്ല. അപ്പൊ എന്താണ് തെറ്റി വെച്ചിരിക്കുന്നത്, എന്താണ് എന്നുള്ളൊരു പേടി മനസ്സിലുണ്ട്. അപ്പോൾ അവര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇനി നമുക്ക് സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു ചോദ്യങ്ങളാണ് ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്നോട് വെച്ച് ഏത് കോഴ്സാണ് അവിടെ ചെയ്യണത്? അപ്പൊ ഞാൻ പറഞ്ഞു ഹയർ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വിഷ്വലൈസേഷൻ ക്യാമ്പസ് സൈറ്റ് എന്ന് പറഞ്ഞ യോങ് ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കീഴിൽ വരുന്ന ഒരു കോളേജിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ ഓക്കെ. അപ്പോഴാണ് അടുത്ത ചോദ്യം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ് വന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സെമസ്റ്ററിന്റെ പോർഷൻസ് എല്ലാം പറയാൻ പറഞ്ഞവര്. അപ്പോൾ
സാധാരണ ഞാൻ ഇത് ഓൾറെഡി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ അന്ന് ആദ്യം ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പഠിക്കാനുള്ള 3D എഡിറ്റിങ്, പിന്നെ മോഡലിങ്, ആനിമേഷൻ ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇത് ഓർഡറിൽ കിടക്കുന്നത് അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കറിയാം ജനറലായിട്ട് എന്താ ചെയ്യണ്ടേന്നുള്ളത്, കോഴ്സ് പഠിക്കാൻ പോകുന്നുള്ളതെന്നൊരു ഐഡിയ എനിക്കുണ്ട്. പക്ഷെ അവരിങ്ങനെ ചോദിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പോർഷൻസ് മൊത്തം പറയാൻ. അപ്പോ ആകെ ഒരു ഇതായി, എന്താ പറയാ, പെട്ടെന്ന് ഇപ്പൊ ഒന്നാമത്തെ നമ്മൾ പേടിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ പോർഷൻസ് ചോദിക്കണ വിളിച്ചപ്പോ അന്ന് ഞാൻ പഠിച്ച 3D ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് നമ്മുടെ ചെറുപ്പത്തില് എൻ്റെ അപ്പന്റെ ഏട്ടൻ, വല്യപ്പൻ എന്നാ വിളിക്കുക, ആള് ഒരു ട്രിക്ക് പറഞ്ഞു നടന്നു. അതായത് നമ്മള് പേടി അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ. അപ്പൊ അത് നമ്മുടെ ആങ്സൈറ്റിനെ കുറയ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഐഡിയ എന്താ, അതിന്റെ ലോജിക്ക് എന്താണെന്ന് അറിയില്ല. ബ്രീത്ത് ചെയ്യാന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ഞാൻ മനസ്സിലാക്കിയ, ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് മോർ ഓക്സിജൻ, ബ്രെയിൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ലോജിക്ക്. പക്ഷെ അത് നല്ല ഇതായിരുന്നു. ഞാൻ അവരെ എഴുതുന്ന സമയത്ത് ഇരുന്ന് നന്നായി ഇങ്ങനെ അറിയാലോ, നന്നായി ബ്രീത്ത് ചെയ്തു. പക്ഷെ അപ്പൊ കുറച്ചുകൂടി നമ്മൾ റിലാക്സ് ആയി. അതിൽ ഒരു ചോദ്യം അവരോട് ചോദിച്ചു ഞാൻ. അതായത് അവര് ചോദിച്ചതിൻ്റെ അടുത്ത് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്കെ ഇതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയാണ് എനിക്ക് അറിയാവുന്ന ഓർമ്മയിൽ ഇത്രയാണ് നിൽക്കുന്നത്. അപ്പൊ പറഞ്ഞു എന്നാൽ സെക്കൻഡ് സെമസ്റ്ററിന്റെ കാര്യങ്ങൾ ബാക്കി പറയാൻ പറഞ്ഞു. അപ്പൊ സെക്കൻഡ് സെമസ്റ്ററും ഇതിന്റെ ഈ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഉള്ള 3D അഡ്വാൻസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഈ അഡ്വാൻസ് രീതിയിൽ, കാരണം എനിക്ക് ഓൾറെഡി 3D എന്നുള്ള കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ 10-15 വർഷം ഇതിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് 3D കുറിച്ച് അറിയുമെന്ന് ചോദിച്ചു. ആ പോയിന്റിൽ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്കൊരു വലിയൊരു ഇതായി, ഒരു എന്താ പറയാ, ഒരു എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതി ആയി. എന്താ പറയാന്ന് വെച്ചെങ്കിൽ അപ്പൊ കാര്യം മനസ്സിലായി. കാരണം ഞാൻ പറയാൻ പോകുന്ന ഇവർക്ക് ഒന്നും അറിയില്ല. ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ലോജിക്കായിട്ടുള്ള രീതിയിൽ വേണം പറയാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും മറ്റേ ഫ്യൂച്ചറാണ് 3D, ഇത് 3D ഇല്ലാത്ത ഒന്നും നടക്കില്ല. ഹോളിവുഡിൽ അതാണ്, ബോളിവുഡിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്ക് പൈസയാണ് അതിന് കിട്ടുന്നത്. ഞാൻ മൾട്ടിമീഡിയ കഴിഞ്ഞുള്ള ആളാണ്. അപ്പൊ എനിക്കിതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഏത് ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. എനിക്ക് എഡിറ്റിങ്ങും വെബ് ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ട്. പക്ഷെ വെബ് ഡിസൈനിങ് അറിയില്ല. എഡിറ്റിങ്ങും 3D മോഡലിങ്, ഗെയിം, മൂവീസിലേക്ക് വേണ്ടിയുള്ള എല്ലാ സംഭവവും നമുക്ക്, വിഷ്വൽ ഇഫക്ട്സ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞുള്ളതാണ്. അപ്പൊ അതിന് ഞാൻ കുറെ ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കൂടുതൽ ഇമ്പ്രസ്ഡ് ആയി. കാരണം ആള് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരാളാണ് അവരുടെ മുഖത്ത് നിന്നേക്ക് കാരണം ഞാൻ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത ആളാണ് കുറെ വർഷങ്ങൾ. അപ്പൊ എനിക്കറിയാം ഓരോരുത്തരുടെ ഫേസ് മാറുമ്പോൾ അവർക്കുള്ള എക്സൈറ്റ്മെന്റും അങ്ങനെ കാണുമ്പോൾ എനിക്കറിയാം അവർക്ക് അപ്പൊ അവർ ചെറുതായിട്ട് ചിരിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ അങ്ങനെയാണല്ലേ, ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിന്ന് ഇപ്പൊ എന്തുകൊണ്ടാണ് സ്വീഡൻ ചൂസ് ചെയ്തെന്നുള്ള രീതി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സ്വീഡൻ ഗെയിമിങ്ങിന് വേണ്ടി, IT ഫീൽഡ് നല്ല ബൂമിംഗ് ആണ് സ്വീഡനില്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗെയിമിങ് കൂടുതൽ ഉള്ളത് സ്വീഡനിലാണ്. സ്വീഡനിലാണ് വരുന്നത്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്രീം ഇതേപോലെ ഒരിക്കലും ഗെയിമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഇതിങ്ങനെയൊക്കെ കുറെ അവരിന്ന് ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറെ ഉത്തരങ്ങൾ നമ്മൾ തന്നെ പറയുമ്പോൾ അവരുടെ ഫേസ് അവര് ഇങ്ങനെ എന്താ പറയാ, സ്റ്റബോൺ ആയിട്ടുള്ള ആ ഫേസ് മാറി മെല്ലെ നമ്മളൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഓക്കെ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഗെയിമാണ്, എങ്ങനെയാ അത് വർക്ക് ചെയ്യണത്, ഇത് എങ്ങനെയാ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഗെയിമുകളെല്ലാം. അപ്പോൾ ഇത് ഞാൻ ഗെയിം എക്സിക്യൂട്ട് ചെയ്യുന്ന എനിക്കറിയില്ല, ഗെയിമിൽ മോഡൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞ കുറെ സംഭവങ്ങൾ, അതായത് ഞാൻ ഓൺലൈനിൽ വായിച്ച് പഠിച്ച കുറെ സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഇതായിരുന്നു, ഒറ്റയ്ക്കാണോ പോണേ ഫാമിലി ആയിട്ടാണോ പോണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഫാമിലി ഉണ്ട്. അപ്പൊ ആരൊക്കെയാന്ന് ചോദിച്ചു. പിന്നെ മകനും വൈഫും ഉണ്ട്. അപ്പൊ അവര് എന്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞു ഇപ്പൊ അവര് വരണില്ല, ഞാനൊരു ജോലിയൊക്കെ കിട്ടിയതിന്റെ ശേഷം മാത്രമേ ഞാൻ അവരെന്നെ കൊണ്ടുപോകണുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു
ഓക്കെ, വൈഫ് വർക്കിംഗ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവർ ചോദിച്ചു, കാരണം നമ്മൾ രണ്ടാമത്തെ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് പുതിയ സ്റ്റേറ്റ്മെന്റ്, അതായത് അതുവരെ ബാങ്കിലേക്ക് ഇടുന്ന പൈസയുടെ പുതിയ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തിട്ട് വേണം ചെല്ലാൻ. പുതിയ ബാങ്കില് ഇതുവരെ കിടുന്ന ആ പൈസയുടെ സ്റ്റേറ്റ്മെന്റ് പുതിയത് നമ്മൾ എടുത്തിട്ട് വേണം ചെല്ലാൻ. അപ്പൊ അത് എടുത്ത് ചെന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ആ പൈസ ഇവിടുന്ന് നിങ്ങൾക്ക് വന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് UK വന്നിട്ട് ഒരു വർഷത്തോളം വീട്ടിലിരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ ജോലിക്കൊന്നും പോകണില്ല, പക്ഷെ ഞാൻ ഓൺലൈനിലായിട്ട് കുറെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, വെറുതെ തട്ടിവിട്ടതാണ്. ആ പൈസയാണ്, പിന്നെ UK വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്. പിന്നെ നമ്മളതിനെ അത് ഒരു പെട്ടെന്ന് വായിന്ന് വന്നു പോയ സംഭവമാണ്. അതൊരു നല്ലതാണോ ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് ചിലപ്പോൾ ഒരു പക്ഷെ അവര് അംഗീകരിക്കില്ല. കാരണം ഇവിടുത്തെ വിസ നമുക്ക് ഫാമിലി പൈസ തരിക എന്ന് പറയുന്നത് ഇവർക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമ്മളെ പൈസ ആവണം, നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പേരിൽ കിടക്കുന്ന പൈസയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എനിക്കത് വേറെ പ്രോബ്ലം ആയിട്ട് വന്നില്ല. പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം പറയാനത്. കാരണം ഞങ്ങൾക്ക് UK അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്തിട്ടുള്ളായിരുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ സ്വീഡന്റെ കാര്യം പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് ഞാൻ കണ്ടു, നമ്മുടെ ആദ്യം പറഞ്ഞു വിട്ട ആ പെൺകുട്ടി ഡോക്യുമെന്റ്സ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്, ആ പേപ്പറായിട്ട്. എന്നിട്ട് അവര് എന്തൊക്കെയോ സ്വീഡിഷിൽ പറഞ്ഞു. അതിൽ ഒറ്റ ടെലിഫോൺ എന്നുള്ള ഇത് ഞാൻ കേട്ടു, ഒറ്റ ഒരു ടെലിഫോൺ എന്നുള്ളത് കേട്ടു. അപ്പോ ആദ്യം ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ ഒക്കെ വീണ്ടും ചെറുതായി ഇങ്ങനെ കുറയാൻ തുടങ്ങി. പക്ഷെ ഞാൻ ധൈര്യം വിട്ടില്ല. ധൈര്യം എന്താ പറയാ, പേടി ഉണ്ടെങ്കിലും ധൈര്യം കാണിച്ചു തന്നെ ഇരുന്നു. അവിടെ തന്നെ ചിരിച്ചിട്ട് നമ്മൾ ക്ലോസ് അപ്പ് ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ അവിടെ ഇരുന്നു. ഓക്കെ, അപ്പൊ ഒരുവിധം ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ ഒരുവിധം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അതില് എന്നെ അടുത്ത് ചോദിച്ചത് വേറൊന്ന് ഇതായിരുന്നു. ലാസ്റ്റ് ചോദ്യം അല്ല അത്, അതിന് മുമ്പുള്ള ചോദ്യമായിരുന്നത്. എന്നോട് ചോദിച്ചു, നിങ്ങളെന്നെ ഈ ഇന്റർവ്യൂവിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇതെന്താ ഇപ്പൊ പറയാ അവര്, ഇതിന്റെ റീസൺ എന്താന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഫോൺ കോളിന്റെ സംഭവല്ലേ, ആ റീസൺ എന്താന്നുള്ളത് ഇപ്പൊ നമുക്ക് അറിയാം. അപ്പൊ പേടി ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഞാനില്ല, എന്താണെന്ന് ഇന്റർവ്യൂവിന് വിളിച്ചെന്നുള്ളത് ചിലപ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിരിക്കാം എന്നുള്ളത് അറിയാം. അപ്പൊ ഓക്കെ, അപ്പൊ പറഞ്ഞു, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിലെ 4 ഡോക്യുമെന്റ്സ് സ്വീഡിഷ് എംബസിക്ക്, അതായത് സ്വീഡനിലത്തെ പ്രോസസ്സിങ്ങിന്റെ ആൾക്കാർക്ക്, സ്വീഡനിലെ മൈഗ്രേഷന്റെ ആൾക്കാരാണ് തോന്നുന്നത് പ്രോസസ് ചെയ്യുന്നത്, അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന്. അപ്പോൾ 4 ഡോക്യുമെന്റ്സ് ഞാൻ 4 ഡോക്യുമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ ചെയ്തുള്ള ഒരു ചെറിയൊരു ഫോൾട്ട്, അതായത് നമ്മളല്ല ഏജൻസി ചെയ്തുള്ളതാണ്. കാരണം എൻ്റെ ഹയർ ഡിപ്ലോമയ്ക്ക് എൻ്റെ +2 മാത്രം മതി. പക്ഷെ എനിക്ക് ഓൾറെഡി ഈ സംഭവങ്ങൾ, അതായത് ഞാൻ പഠിക്കാൻ പോകുന്ന സംഭവങ്ങൾ അറിയാം എന്ന രീതിക്ക് വേണ്ടി ഞാൻ മൾട്ടിമീഡിയ ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ മായ ആൻഡ് വിഷ്വൽ ഇഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് 2 കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ചെയ്തത്. ഞാൻ പറയുന്നത് 2000-2001 ആ കാലഘട്ടത്തെ ടൈമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു സർട്ടിഫിക്കറ്റ്, ഞാൻ ഈ ഫീൽഡിൽ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്, നെറ്റിൽ നിന്ന് നോക്കി പഠിച്ചെടുത്ത സംഭവമാണ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നമ്മളൊരു ജോലിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് തരണതാ. ഇത് നമ്മൾ ഒരു റെക്കഗ്നൈസ് ആയിട്ടുള്ള സംഭവമല്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പഠിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവര് ഒരു ഡേറ്റ് വെച്ച് അവരൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് എഴുതി തന്നു. അതിൽ സൈൻ ഉണ്ടോ സീൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കാരണം പൊതുവെ സാധാരണ എല്ലാം ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ എനിക്ക് എന്റെ ഫീൽഡിൽ ജോലി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അത്ര വാലിഡിറ്റി ഉള്ള സംഭവമാണെന്ന് നോക്കിയില്ല. അപ്പൊ ഇതൊരു പോയിന്റ് ആണ്. കാരണം വേണ്ട എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഇത് സ്കില്ല് കാണിക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് നമുക്ക് നേരെ തിരിച്ച് പാരയായിട്ട് വരാം. ഇപ്പൊ ഇതേപോലെ തന്നെ.
അപ്പൊ അതും നിങ്ങളെ ഏജൻസി മുഖേന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് വേണം അത് വെക്കാൻ. കാരണം നമ്മൾ വെറുതെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല അതില്. ഇപ്പൊ കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു മിസ്റ്റേക്കിന് മുകളിലാണ് ഇത്രയും വലിയ നമ്മൾ ടെൻഷൻ, നമ്മുടെ പൈസ, നമ്മൾ ട്രാവൽ ചെയ്ത പൈസ നമ്മൾ ഇത്രയും ടെൻഷനൊക്കെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ഈ 4 സാധനമാണ്, അത് 2 എക്സ്പീരിയൻസ് ലെറ്ററും 2 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ച സംഭവം. അപ്പൊ എനിക്ക് ഇതായി. അതായത് അപ്പൊ തന്നെ എനിക്ക് അവരുടെ അടുത്ത് ഒരു ചോദിക്കും. കാരണം ഞാൻ ഗിവ് മീ ഫ്യൂ മിനിറ്റ്സ്, ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം, എന്താ റീസൺ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞു ഓക്കെ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന്, ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് അവര് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇത് ഞാൻ വെച്ചത്, ഞാൻ പഠിക്കാൻ പോകുന്നത് ഒരു ഫ്രഷർ ആയിട്ടല്ല, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ എനിക്ക് അഡ്വാൻസ് ലെവലിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചത്. പിന്നെ ഇതൊരു റെക്കഗ്നൈസ്ഡ് അതോറിറ്റി ആയിട്ടുള്ള സംഭവമേ അല്ല, ഇത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അവരിപ്പോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം അതില് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഫസ്റ്റ് അവിടുന്ന് വർക്ക് ചെയ്തതിന്റെ ശേഷം കഴിഞ്ഞു പോന്നപ്പോ 1-2 മാസം കഴിഞ്ഞപ്പോൾ അവരത് അടച്ചിട്ടു. കാരണം അഡ്വാൻസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെ അവരത് പൂട്ടിപ്പോയി. മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം എനിക്ക് അറിയില്ല, അവരിപ്പോഴും വർക്കിംഗ് ആണോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഒന്നാമത്തെ എന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്, എനിക്ക് അവർ വർക്കിംഗ് ആണോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് അവർ തന്നൊരു ലെറ്ററാണിത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതല്ല. പിന്നെ അപ്പോ അവര് പറഞ്ഞു, ഇത് റീസൺ ഈ പെൺകുട്ടി ഇപ്പൊ വന്ന പെൺകുട്ടി ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിളിച്ച് ജെന്യൂൻ ആയണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഈ 2 അതായത് നാട്ടിലത്തെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഇവർക്ക് പ്രശ്നം വന്നത്. പക്ഷെ ഞാൻ വേറെ ദുബായിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സർട്ടിഫിക്കറ്റിൽ അവര് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതില്. അപ്പൊ ഞാൻ വെച്ചതില് ഈ 2 സ്ഥലത്ത് വിളിച്ചപ്പോ അവർ ഫോൺ എടുത്തില്ല. അതാണ് അവർ പറഞ്ഞത്, ഒരു സ്ഥലത്ത് ഫോൺ എടുത്തു എന്നുള്ളത്. അതായത് ഗൾഫിൽ വിളിച്ചപ്പോ അവര് അവിടെ ഫോൺ എടുത്തു, സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഒരു മറ്റേ ലൈസൻസ്ഡ്, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആപ്ടെക് അരീന എന്ന് പറയും. നമ്മുടെ ഗൾഫിൽ ഞാൻ നിമ്മി മാഡം ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുള്ള ഒരു ഇതാണ്, അവിടുത്തെ മാനേജറാണ്. അപ്പൊ അവരെ അവിടെ വിളിച്ച് അവരെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ്ഡ് ആണെന്ന് എനിക്കറിയാം, മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ ക്ലിയറിംഗ് അവർ ഡൗട്ട്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ പിന്നെ ചോദിച്ചു, ഓക്കെ, ഇന്റർവ്യൂ ഒക്കെ ഒരുവിധം കഴിഞ്ഞു, നിങ്ങൾക്ക് കിട്ടാൻ ഈ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സാവുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി, ഞാൻ തന്നിരിക്കുന്ന ആൻസർ എന്റെ ഹാർട്ടിൽ നിന്നാണ്, എന്റെ ഡ്രീമുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. എന്നെ പഠിക്കാൻ പോകാൻ അലൗ ചെയ്യണം. പിന്നെ ഇതിന്റെ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളാണ്. അതേപോലെ ദൈവത്തിന്റെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ത് ഡിസിഷൻ വേണം നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ ഞാൻ എന്റെ ഹാർട്ടിൽ നിന്നാണ്, എന്റെ ഡ്രീമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ നൈസ് ടോക്കിംഗ് ടു യു എന്ന് പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി, നിങ്ങൾ പഠിപ്പ് കഴിഞ്ഞാലേ നിങ്ങൾ തിരിച്ചു വരുമോ നാട്ടിലേക്ക്, അത് അവിടെ നിൽക്കും. അത് ആ ചോദ്യത്തിന് ആൻസർ എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തിരിക്കണം. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കണ്ട അതായത് യൂട്യൂബ് വീഡിയോസ് കാണുന്നതിൽ നമ്മള് UK ബോർഡർ ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ വീഡിയോസിലുണ്ട്. അപ്പൊ അവിടെ ഈ എംബസി അവിടുത്തെ ഓഫീസേഴ്സ് ഈ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതില് അവർക്ക് വേണ്ടത്, അവർക്ക് നമ്മളൊരു ലയബിലിറ്റി ആവരുത് ഇവിടെ, അതാണ് അവരുടെ ചോദ്യത്തിന്റെ ഉത്തരം. അവർക്ക് വേണ്ടത് സംഭവം, ആ ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരം അവർക്ക് അറിയേണ്ടത്, നമ്മള് ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു ലയബിലിറ്റി ആവോ, അതായത് ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കുമ്പോ പിന്നെ ഗവൺമെന്റ് വേണം നമ്മളെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോ ആ ചോദ്യത്തിന് അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഉത്തരം ഉണ്ടായിരുന്നു. സാധാരണ കേസിൽ എല്ലാവരും പറയും, ഞങ്ങള് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നത്, ഞങ്ങൾ ജോലി കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരും, നാട്ടിൽ വന്ന് ബിസിനസ് ഒക്കെ ചെയ്യുന്നതാണ്. അത് സാധാരണ പറയുന്നത് കളതരാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം യൂറോപ്പിൽ വരുന്ന
99% ആൾക്കാർക്കും താല്പര്യം, അതായത് യൂറോപ്പ് പോട്ടെ, ഇന്ത്യ വിട്ട് എവിടെ പുറത്ത് പോകണ 99% ആൾക്കാർക്കും അവിടെ ആ നിൽക്കുന്ന രാജ്യത്തിൽ നിൽക്കാനാണ് കൂടുതൽ താല്പര്യം. തിരിച്ചു വരാൻ ആൾക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊരു ജെന്യൂനായിട്ട് എനിക്കപ്പോൾ തോന്നി, ജെന്യൂനായിട്ടുള്ള ഒരു ട്രൂത്ത് പോലെ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരില്ല. ബട്ട് തിരിച്ചു വരാതിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡില്, അതായത് 3D ഫീൽഡില് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഹൈ സാലറിയിൽ ഒരു ജോബ് കിട്ടുകയാണെന്ന് ഞാൻ തിരിച്ചു വരില്ല. ഞാൻ അവിടെ സെറ്റിൽ ചെയ്യും. എനിക്ക് അവിടെ സെറ്റിൽ ചെയ്യാനാണ് താല്പര്യം. പിന്നെ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ അപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ജോലി കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അപ്പോഴും അവിടെ ഒരു സംഭവം നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. അതായത് എനിക്കൊരു ഡ്രീം ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു വിഷ്വൽ ഇഫക്ട്സിന്റെ അല്ലെങ്കിൽ ഒരു 3Dയുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. ഓക്കെ, നമ്മൾ ഈ കൺട്രിയിലെ ഓൾറെഡി പഠിക്കാൻ വേണ്ടി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. പ്ലസ് ഞാൻ പറഞ്ഞു, മേ ബി ഫസ്റ്റ് ഇയറിൽ എനിക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് ചിലപ്പോൾ ആൾക്കാരെ ഹയർ ചെയ്യായിരിക്കാം. അപ്പോൾ നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യാന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുകയാണ്. എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന് വേണ്ടി നമ്മൾ മോർ ടാക്സും കുറെ പൈസ ഇവിടെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇത് ആഡ് ചെയ്യണം. നിങ്ങൾ വെറുതെ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് അറിയാം അത് വെറുതെ പറയാണ്, നമ്മൾ നാട്ടിൽ തിരിച്ചു വരും എന്നുള്ളത് പറയുന്നത് അത് വെറുതെ പറയാമെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയൊക്കെ അത് വർക്കൗട്ട് ആവും, ഉറപ്പാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് സംഭവം ഒക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു ഓക്കെ ഫൈൻ, എല്ലാം നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. പുറത്തിറങ്ങിയപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും അവർ ഡിസിഷൻ എടുക്കുക എന്നുള്ളതിന് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് അധികം താമസിക്കാതെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എൻ്റെ റെസിഡൻസ് കാർഡ് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ ആ സമയത്തും മറ്റേ ഹിന്ദിക്കാരെ പിള്ളേരുടെ അവരവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവരുടെ അവിടെ ഇന്റർവ്യൂ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞു, പക്ഷെ അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന്. അവിടെ ഇരിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, അവരടുത്തത് അവർ ഫേക്ക് ഡോക്യുമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഈ ഇന്റർവ്യൂന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ. ഒന്ന്, നമ്മളതിനെ ഇന്റർവ്യൂ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അവർ നമ്മളൊരു എന്തോ ഫോൾട്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അവരാദ്യം അറിയാത്ത പോലെയൊക്കെ നമ്മളടുത്ത് സംസാരിക്കും, പക്ഷെ അവരെല്ലാം ഫുൾ പ്രൂഫ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഫേക്ക് ഡോക്യുമെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതിരിക്കുക. പറഞ്ഞ ഡോക്യുമെന്റ്സുകൾ മാത്രം ആഡ് ചെയ്യുക. നമ്മൾ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു ന്യൂസിലാൻഡ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തേർഡ് പാർട്ടി പൈസ കാണിച്ച് ചെയ്യുന്നത്. പക്ഷെ അതൊരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഭവമാണ്. പിടിക്കപ്പെട്ടാൽ ഉറപ്പായും വിസ ക്യാൻസൽ ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഞങ്ങൾ ന്യൂസിലാൻഡ് വിസ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റീസൺ ആയിട്ട് അല്ല, എന്റെ ഏജിന്റെ പ്രശ്നമാണ് അവർ ക്യാൻസൽ ചെയ്തത്. പക്ഷെ അത് എന്നോട് ചോദിച്ചു അവര്. കാരണം ഈ തേർഡ് പാർട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ, നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഒരു ചെറിയ ഏതെങ്കിലും ബാങ്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇവര് നമ്മുടെ അടുത്ത് ഒരു പൈസ ഇടാൻ പറയും. അപ്പൊ എന്നിട്ട് ഒരു 40% നമ്മളോട് എടുത്തിട്ട് പറയാം, 60% അവരിടും. എന്നിട്ട് ഇവരൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി നമുക്ക് തരും. പിറ്റേ ദിവസം തന്നെ ആ പൈസ മൊത്തം അവർ വിഡ്രോ ചെയ്യും. കാരണം ഇത് അവർ ഓൾറെഡി പറഞ്ഞ് നമ്മളടുത്ത് സംസാരിച്ചുണ്ടാക്കിയ കാര്യമായിരിക്കും. അവിടുത്തെ മാനേജറായിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതേപോലെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അവർ പറയും പുതിയ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വരാൻ പറയും. പുതിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പൈസ അന്ന് ഇട്ടത് മുതലേ നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലേണ്ട ചിലപ്പോൾ 1-2 ദിവസം, അതൊന്നും വിഷയമുള്ള കാര്യമില്ല.
അതുവരെയുള്ള പൈസയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവർ പിറ്റേ ദിവസം പൈസ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബാലൻസ് 0 വരും. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് വീണ്ടും പറയും ഓക്കെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും നമ്മുടെ അടുത്ത് പൈസ ഇടുക, അവരിതിലിടും എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളിലെ 0 പെട്ടെന്നൊരു ദിവസം ഈ ഇത്രയും പൈസ നമ്മുടെ എമൗണ്ടിൽ. അപ്പോൾ അവർക്കത് ചോദിക്കാം നിങ്ങൾ ഈ പൈസ എന്തിനെടുത്താൽ, കാരണം അവർ ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങൾക്ക് വിസ വരണ വരെ ഈ പൈസ അവിടെ എടുക്കണം, കാരണം ഇത് നിങ്ങളുടെ സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുള്ള പൈസയാണ്, ഇത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള പൈസയാണ്. ഇത് നിങ്ങൾക്ക് എടുക്കാൻ അലൗഡ് അല്ല, വിസ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ അലൗഡ്. അപ്പോൾ അവിടെ നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ് അത് ഫെയിൽ ആവുന്നുള്ളത്. കാരണം അത് ഇവർക്കറിയാം ഇങ്ങനെ തേർഡ് പാർട്ടിയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് എന്നറിയാം. ഇവര് കുറെയൊക്കെ ബാങ്കുകളായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ അവിടെ വിളിച്ച് ഏജന്റുമാരുണ്ട്, അവരവിടെ വിളിച്ച് ഇങ്ങനത്തെ ഒരാൾക്ക് അക്കൗണ്ട് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ച് കൺഫേം ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മിസ്സായി അവർ നമുക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷൻ വരും. പിന്നെ ഇതിൽ പറയേണ്ടത് കോൺഫിഡൻസ്, അതാണ് ഇതിന്റെ മെയിൻ സംഭവം. നമ്മൾ പേടിച്ച് അവരുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മൾ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തോ സംഭവം നമുക്ക് നമ്മളെന്തോ പിടിക്കുന്നുണ്ട്. എന്റെ ഇതിൽ പേടിയെ ഞാൻ എന്താണ് ചെയ്തെന്നുള്ളൊരു എക്സൈറ്റ്മെന്റും ആൻസൈറ്റി, എന്താണ് ഞാൻ ചെയ്തത്, എന്ത് ഡോക്യുമെന്റ് ആണെന്ന് എനിക്ക് ചെറിയ ക്ലൂ ഉണ്ടായിരുന്നു ആദ്യം തന്നെ. എന്തോ ഒരു ഡോക്യുമെന്റ് ആണ് സംഭവം. കാരണം പൈസയുടെ കാര്യത്തിൽ ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല, ആ ഇട്ട പൈസ അതേപോലെ തന്നെ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഡോക്യുമെന്റിൽ പ്രശ്നം എന്നുള്ളതായിരുന്നു പേടി. അപ്പോ ഒരിക്കലും പേടി കാണിക്കരുത്, കോൺഫിഡൻസ് ആയിട്ട് നിൽക്കണം. കാരണം നമുക്ക് ചോദ്യങ്ങൾ നമ്മളെ ചോദിച്ച് എന്താ പറയാ നമ്മളെന്നെ വീർപ്പ് മുട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. തിരിച്ച് നമുക്കൊരു അവസരം അങ്ങോട്ട് കിട്ടി അവരെന്നെ വീർപ്പ് മുട്ടിക്കാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ യൂസ് ചെയ്യുക, കറക്റ്റ് കോൺഫിഡൻസ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ കാണിക്കുക. അപ്പൊ ഇത് കൂടെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇയാൾക്ക് കമ്മ്യൂണിക്കേഷന് പ്രോബ്ലം ഇല്ല, ഇംഗ്ലീഷ് ഓക്കെയാണ്, IELTS സ്കോറിന്റെ ഫേക്ക് അല്ല, പിന്നെ അവിടെ പോയാലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് മനസ്സിലാവും. പിന്നെയുള്ളത് നമ്മൾ എടുത്ത കോഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുക. നമുക്ക് ഓരോ സെമസ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം അവർ ആ ചോദ്യം ഒരിക്കലും ഞാൻ ചോദിക്കുന്ന പ്രതീക്ഷയുള്ളതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇപ്പൊ പഠിച്ച കോഴ്സുകളാണ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുകളും ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു ഇതിലായതുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സിനെ കുറിച്ച് അതിന്റെ സെമസ്റ്ററിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഇപ്പൊ അറിയുന്നില്ലെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ആ കോഴ്സ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പോർഷൻ ഉദ്ദേശിക്കുന്നത്, ആ കോഴ്സിന്റെ സെക്ഷന്റെ ഉള്ളിൽ വരുന്നത് എന്തൊക്കെ സബ് കോഴ്സുകളുണ്ട് എന്നുള്ള കുറിച്ച് നമ്മളൊരു കുറച്ചു നേരം നമുക്ക് സംസാരിക്കാൻ ഒരു സമയം ഉണ്ടാക്കും. കാരണം ഇവർക്കൊരു ലിമിറ്റഡ് ടൈം ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക, ഇവർക്കൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നമുക്ക് കുറെ ഇങ്ങനെ അവരെ സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് അവരുടെ ടൈം നമുക്ക് കട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ അവർ ആ ടൈം കുറച്ചും കൂടി ആകുമ്പോൾ പിന്നെ അവർ റഷ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ചോദ്യം ഓക്കെ എന്ന് പറഞ്ഞ് വിടാൻ തുടങ്ങും. പിന്നെ നമ്മൾ കുറെ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും സംഭവം ആള് വെറുതെ അല്ല പഠിക്കാൻ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഈവൻ നമ്മുടെ മോട്ടിവേഷൻ നമ്മുടെ മോട്ടീവ് അതിന്റെ പിന്നിലെ ഇവിടെ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരു 30 ക്രെഡിറ്റ്സ് കിട്ടിയിട്ട് നമ്മളൊരു ജോലി അന്വേഷിക്കുക എന്നുള്ള മോട്ടീവ് ആണെങ്കിലും അവർ നോക്കുമ്പോൾ ഓക്കെ ആളിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആളൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണെന്ന് അവർക്ക് തോന്നും. ഓക്കെ, പിന്നെയുള്ളത് ഞാൻ പറഞ്ഞില്ലേ ബ്രീത്തിങ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഇത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വല്യപ്പ അന്ന് അത് പറഞ്ഞു തന്നതില്. എന്താ പറയാ, നമുക്ക് നന്നായി ബ്രീത്ത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ എല്ലാം റിലാക്സ് ആയി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ സ്ട്രെസ് നമുക്ക് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. അത് എനിക്ക് നന്നായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ വന്നിട്ടായാലും ഇവിടെ സ്റ്റേജിലൊക്കെ കയറി നിന്ന് എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഒരുപാടുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് അത് മാറും. കാരണം ഓൾറെഡി ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും അറിയാലോ,
ഇവിടെ എല്ലാം എക്സാമിനേഷന് പകരം ഇവിടെ എല്ലാം പ്രസന്റേഷനാണ്. ഇനിയിപ്പോൾ മറ്റേ കോഴ്സുകളിൽ എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ പ്രസന്റേഷനാണ്, ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും തീസിസ് വർക്കൊക്കെ ആയിട്ടും അങ്ങനെ. പിന്നെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ എൻ്റെ എക്സ്പീരിയൻസ്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഇത്തിരി ടിപ്പുകൾ, അഡ്വൈസ് ആയിട്ട് കൂട്ടരുത്, ടിപ്പുകൾ. ഇതിൽ എന്ത് വേണം നിങ്ങൾക്ക് മാറ്റാം, നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് വരാതിരിക്കട്ടെ ഇന്റർവ്യൂ, വന്നു കഴിഞ്ഞാൽ പേടിക്കരുത്, ധൈര്യമായിട്ട് അത് ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സംഭവം ഇത് മതി. ഓൾറൈറ്റ്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് ചോദ്യങ്ങളും ഞങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലിടാം. സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സ്റ്റുഡൻസുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനും അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളും അതിലുണ്ട്. അപ്പോൾ നമ്മളോടും ചോദിക്കുന്ന ഡൗട്ടുകൾക്ക് നമ്മൾ ക്ലിയർ ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ആർ മോർ ദാൻ വെൽക്കം ടു കം ആൻഡ് ജോയിൻ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. കൂടാതെ തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം റീൻ.